അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ സഹോദരങ്ങളെ, റമദാൻ മാസം നമ്മെ സന്ദർശിക്കുന്നത് വിശ്വാസികളുടെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു വിളിയായിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഓരോ ദിവസങ്ങളും നമ്മുടെ വിശ്വാസത്തെ പുതുക്കാനുള്ള ഒരു അവസരമായിക്കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിരക്കുകൾക്കിടയിൽ അശ്രദ്ധമാക്കി കളയുന്ന നമ്മുടെ ദുആകളെ വീണ്ടും ആത്മാർത്ഥതയോടെ അള്ളാഹുവിലേക്ക് ഉയർത്താനുള്ള ഒരു സമയമായി ഈ മാസത്തിൽ അവശേഷിക്കുന്ന ദിവസങ്ങൾ നമുക്ക് തീർച്ചയായും പരിഗണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസത്തെ നമ്മുടെ ആത്മപരിശോധനയുടെ കാലമായും മാറ്റത്തിൻ്റെ തുടക്കമായും പാപമോചനത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഒരു മാസമായും ആക്കിത്തരട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ രഹസ്യ പ്രബോധന ഘട്ടമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആ പ്രബോധന ഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആദ്യമായി ജനങ്ങളെ ക്ഷണിച്ച വ്യക്തി, അത് ജനങ്ങളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ച പ്രവാചകൻ്റെ അടുപ്പക്കാരനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്ഷണം അത് വെറും വാക്കുകളായിരുന്നില്ല, മറിച്ച് രൂഢമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും സ്വഭാവവും ചേർന്ന മാതൃകാപരമായ പ്രബോധനമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ അശറത്തുൽ മുബശ്ശിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 മഹത്തുക്കളായ ആളുകളുണ്ട്. ആ 10 ആളുകളിൽ 5 ആളുകൾ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സുബൈർ ബിൻ അൽ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, ത്വൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ പേരെടുത്ത് പറഞ്ഞ എല്ലാ ആളുകളും പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ നെടും തൂണുകളായി മാറിയ ആളുകളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരെയൊക്കെ ആദ്യകാലത്ത് രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ ഇവരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു. ഇവരാണ് ഇസ്ലാമിക കുടുംബത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന വളരെ ശക്തമായ ഒരു സംഘം. ഇവർ ചെറിയൊരു കൂട്ടമല്ല, മറിച്ച് ഭാവിയിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പ്രാപ്തരായ ആളുകളായിരുന്നു. സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഒരു വ്യക്തിയുടെ സത്യസന്ധമായ വിശ്വാസം, അത് ഈ 5 മഹത്തുക്കളായ നേതാക്കളെയാണ് ജനിപ്പിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിലൂടെ തെളിയിച്ചത് അദ്ദേഹത്തിൻ്റെ ശരിയായ വിശ്വാസവും സൽസ്വഭാവവും അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനവും ഫലം കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രഹസ്യപ്രബോധനത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വിശ്വാസി മാത്രമല്ലായിരുന്നു, ഒരു പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സഹയാത്രികനായിരുന്നു അദ്ദേഹം എന്ന് വേണം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ. സഹോദരങ്ങളെ, ഇതേ രൂപത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, ഈ മഹദി പ്രവാചകന് കുടുംബത്തിൻ്റെ അകത്ത് എല്ലാ നിലക്കുമുള്ള പിന്തുണ നൽകി എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അവരുടെ മഹത്വം. അവരും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളെ ഈ മാർഗത്തിൽ പരിപാലിച്ചു വളർത്തിയത്, തൻ്റെ കൂട്ടുകാരികളെയും പരിചയക്കാരികളെയും വിശ്വാസയോഗ്യരായ സ്ത്രീകളെയുമൊക്കെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവരിൽ പലരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വസ്തുനിഷ്ഠമായി തന്നെ പറയാൻ സാധിക്കും, ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ സ്ത്രീകളും ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇവിടെ പേരെടുത്ത് പറഞ്ഞ പ്രവാചകൻ്റെ അനുയായികളും അവർ സ്വീകരിച്ച അവരുടെ ആ വിശ്വാസത്തിൻ്റെ വെളിച്ചം അത് അവരുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞപ്പോൾ ആ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ള ആളുകളിലേക്കും അത് പ്രസരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശമെത്തി. അന്നേരം ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തിന് മറുപടി നൽകിയ, ചരിത്രമെന്നും ആദരവോടെ ഓർക്കുന്ന മഹാന്മാരായിട്ടുള്ള ആളുകൾ ഒട്ടനവധിയാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസ്യതയുടെ പ്രതീകമായി മാറിയ അബൂ ഉബൈദ ബിൻ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു, കടുത്ത പരീക്ഷണങ്ങൾക്കിടയിലും ഉറച്ചുനിന്ന
അബൂ സലമ ഇബ്നുൽ അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു, തൻ്റെ വീട് തന്നെ ദീനിൻ്റെ കേന്ദ്രമാക്കിയ യുവഹൃദയം അർക്കം ഇബ്നു അബിൽ അർക്കം റളിയല്ലാഹു അൻഹു, ഈ ദുനിയാവിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് ഏറെ പ്രാധാന്യം നൽകി ചരിത്രം സൃഷ്ടിച്ച ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു, സഹോദര ബന്ധത്തോടൊപ്പം ഈമാനിൻ്റെ ബന്ധവും പങ്കുവച്ച ഖുദാമയും അബ്ദുള്ളയും, പരീക്ഷണങ്ങളിൽ പതറാതെ ത്യാഗത്തിൻ്റെ പാത തെരഞ്ഞെടുത്ത ധീരനായ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, സ്വർഗം വാഗ്ദാനം ലഭിച്ച ആളുകളിൽ ഭാഗ്യവാനായ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, ലോകപ്രശസ്തനായ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ മാറ്റത്തിന് കാരണക്കാരിയായ ദൃഢവിശ്വാസിനിയായ ഫാത്തിമ ബിൻത് ഖത്താബ് റളിയല്ലാഹു അൻഹ, പരിശുദ്ധ ദീനിനു വേണ്ടി ഒട്ടനവധി കഷ്ടപ്പാടുകൾ സഹിച്ച ധൈര്യശാലി അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, ആദ്യകാല വിശ്വാസിനികളിൽപ്പെട്ട ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ, ശത്രുക്കളുടെ പീഡനങ്ങൾ ഒരുപാട് സഹിച്ചിട്ടും ഈമാൻ കൈവിടാതെ കാത്തു സൂക്ഷിച്ച ഖബ്ബാബ് ഇബ്ൻ അൽ അറാത്ത് റളിയല്ലാഹു അൻഹു, ദുനിയാവ് മോഹിക്കാതെ ദീനിനു വേണ്ടി ജീവിച്ച ഉത്ബ ഇബ്ൻ ഖസ്സാൻ റളിയല്ലാഹു അൻഹു, ഖുർആനിൻ്റെ നാദം മക്കയുടെ ഹൃദയത്തിൽ മുഴക്കിയ അബ്ദുല്ലാ ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇതൊന്നും വെറും പേരുകളല്ല. ഇവിടെ പേരെടുത്തു പറഞ്ഞ ഓരോരുത്തരും അതൊരു കഥയാണ്, ജീവിച്ചിരിപ്പുള്ള ചരിത്രമാണ്, വിശ്വാസത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ചരിത്രമാണ്. അവരുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞ വിശ്വാസത്തിൻ്റെ ജ്വാല അതൊരു സമൂഹത്തിൻ്റെ പ്രകാശമായി മാറിയ ചരിത്രം. അവരിൽ സമ്പന്നരുണ്ടായിരുന്നു, അവരിൽ ദരിദ്രരുണ്ടായിരുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു, യുവാക്കളും പ്രായമുള്ളവരും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ള അറിയപ്പെട്ട ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അടിമ പശ്ചാത്തലമുള്ള സത്യസന്ധരായ മാനവിക ബോധമുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ പ്രാരംഭ വിശ്വാസികൾ പിന്നീട് തൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി മക്കയിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ട്, പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്, യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ തൂണുകളായി മാറിയിട്ടുണ്ട്. പ്രവാചകൻ്റെ രഹസ്യപ്രബോധന കാലഘട്ടത്തിൽ പ്രവാചകന് ലഭിച്ച ആ ചെറിയ ഒരു സംഘം അവർ ഭാവിയിലെ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ നെടുംതൂണുകളായി വർത്തിച്ച ആളുകളായിരുന്നു എന്നർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹത്തായ ചരിത്രങ്ങൾ കൊട്ടാരങ്ങളിലല്ല ജനിക്കുന്നത്, മറിച്ച് ശബ്ദരഹിതമായ നിമിഷങ്ങളിലാണ് അതിൻ്റെയൊക്കെ തുടക്കം സംഭവിക്കുന്നത്. ഒരു ചെറിയ വീട്, ചില വിശ്വസ്ത ഹൃദയങ്ങൾ, സത്യത്തിൻ്റെ ഒരു സന്ദേശം, അവിടെ നിന്നാണ് നവോത്ഥാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. മാറ്റമെന്ന് പറയുന്നത് അത് ആദ്യം മനുഷ്യൻ്റെ ഉള്ളിലാണ് ജനിക്കുന്നത്, പിന്നീട് അത് ലോകത്തിൻ്റെ ദിശ തന്നെ മാറ്റിയെടുത്തു എന്ന് വരും. ഈ രൂപത്തിലായിരുന്നു സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ സന്ദേശം മക്കയിൽ ശബ്ദമില്ലാതെ വ്യാപിച്ചു കൊണ്ടിരുന്നത്. ജനങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി, അവർ ചിന്തിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ദരിദ്രരായ ആളുകൾ, സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരായ ആളുകൾ, അവർ ഇസ്ലാമിലേക്ക് അതിവേഗത്തിൽ ആകർഷിക്കപ്പെട്ടു. അതൊരു സാമൂഹിക പ്രതിഭാസമായി മാറി. നീതിയും ഏകദൈവ വിശ്വാസവും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ നൽകി. സഹോദരങ്ങളെ, ഈ ഒരു നിർണായക ഘട്ടത്തിൽ പ്രവാചകൻ്റെ ക്ഷണത്തിന് ഹൃദയം തുറന്നു മറുപടി നൽകിയ മഹത്തായ വ്യക്തികൾ അനേകമുണ്ടായിരുന്നു. ചരിത്രത്തിൽ അവർ വെറും പേരുകളായല്ല അറിയപ്പെടുന്നത്, വിശ്വാസത്തിനായി ജീവിതം മാറ്റിയ ധീരഹൃദയങ്ങളായാണ് അവർ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. മക്കയിലെ പീഡനങ്ങൾ സഹിച്ച് അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും പലായനം ചെയ്തു. ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയും ഒടുവിൽ അതിനുവേണ്ടി തന്നെ ജീവൻ സമർപ്പിക്കുകയും ചെയ്ത അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അബിസീനിയയിലെ രാജാവായ നജാഷിയുടെ അരമനയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇസ്ലാമിൻ്റെ സൗന്ദര്യം അവതരിപ്പിച്ച ധീരനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രയാസങ്ങളേറെ സഹിച്ചുകൊണ്ട് അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും പലായനം ചെയ്ത അപൂർവത്തിൽ അപൂർവം സൗഭാഗ്യം നേടിയ, ഇസ്ലാമിന് വേണ്ടി കുടുംബജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിച്ച മാതൃകാ വനിത അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, സത്യവിശ്വാസത്തിലൂടെ ഉയർന്ന മഹത്വം നേടിയെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും മദീനയിലേക്ക് അവർ പലായനം ചെയ്യുന്ന സമയത്ത് രഹസ്യമായി അവർക്ക് സഹായം ചെയ്തു കൊടുത്ത വിശ്വസ്ത സഹായി ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു, സത്യത്തിൻ്റെ പ്രകാശം കണ്ടറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ എതിർപ്പും പീഡനവുമൊക്കെ ഏറെ സഹിച്ച, വിശ്വാസം കൈവിടാതെ ഉറച്ചുനിന്ന ധീരവ്യക്തിത്വം ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. ഖുറൈശി ഗോത്രത്തിലെ പ്രമുഖ കുടുംബത്തിൽ ജനിച്ചിട്ടും ആ ഗോത്രവർഗത്തേക്കാൾ ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത അബൂ ഹുദൈഫ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട കുടുംബത്തിലെ ഒരാൾ, സ്വന്തം മാതാപിതാക്കൾ രക്തസാക്ഷികളായപ്പോൾ പോലും സത്യവിശ്വാസം കൈവിടാതെ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്ന അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു,
മദീനയിലേക്കുള്ള പലായനത്തിൽ മക്ക വിടുമ്പോൾ സ്വന്തം സമ്പത്ത് മുഴുവൻ എതിരാളികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മരണാനന്തര ജീവിതത്തെ തെരഞ്ഞെടുത്ത സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇസ്ലാമിലൂടെ സ്വതന്ത്രം നേടിയ മഹാനായ വ്യക്തി ചൂടേറ്റ മണലിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അഹദ് അഹദ് എന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ മുഴക്കം ഉരുവിട്ടുകൊണ്ടിരുന്ന വിശ്വാസികൾക്ക് എന്നും ആവേശമായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മക്കയിലെ ആഡംബര ജീവിതത്തിൻ്റെ പ്രതീകമായിരുന്ന ഒരു യുവാവ്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ശേഷം തൻ്റെ ഭൗതിക സൗകര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് പ്രവാചകൻ്റെ ദൂതനായി മദീനയിലേക്ക് പോകാൻ തയ്യാറായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ പേരുകൾക്കൊക്കെ പുറമെ അനേകം പ്രവാചക അനുചരന്മാർ ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ സത്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അവരിലൂടെ രൂപപ്പെട്ടു വന്നത് ഒരു കൂട്ടായ്മ മാത്രമായിരുന്നില്ല. അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ള, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹത്തിൻ്റെ ജനനമായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നത്. അവർ മനസ്സിലാക്കിയത് ഈമാൻ അഥവാ സത്യവിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും വാക്കല്ല, സത്യത്തിനു വേണ്ടിയുള്ള ഒരു ജീവിതമാണ് ഇത് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പല ഭൗതികമായ സുഖസൗകര്യങ്ങളും വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടും ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ സത്യത്തിൻ്റെ പാതയിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് അന്ന് സാധിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യപ്രബോധനത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഏകദേശം 70ഓളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അവരിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, സമൂഹത്തിലെ മാന്യന്മാരും സമ്പന്നന്മാരുമായ ആളുകളുണ്ട്, അടിമകളും ദുർബലരുമുണ്ട്. അവരെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഹൃദയങ്ങളുടെ ഒരു പ്രസ്ഥാനമുണ്ടാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നേരം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിലൂടെ മക്കയിൽ ഇസ്ലാം വളരെ നിശബ്ദമായി കൊണ്ട് വ്യാപിച്ചു. മാത്രമല്ല മക്കൾക്ക് പുറത്തുള്ള ചില പ്രദേശങ്ങളിലും ഈ വാർത്ത പരക്കെ പരന്നുകൊണ്ടിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം, ഇസ്ലാമിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ യജമാനനും അടിമയും ഒരേ നിരയിൽ പരസ്പര സാഹോദര്യത്തോടു കൂടി നിലകൊണ്ടു എന്നുള്ളതാണ്. സമ്പന്നനും ദരിദ്രനും ഒരേ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരേ വിശ്വാസത്തിൽ ഒന്നിക്കുന്നതായി ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ് നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മനോഹരിത. ഈ ഒരു മാറ്റം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തി കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് ഈ മാറ്റം വിശ്വാസത്താൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപദേശങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ച പ്രവാചകൻ്റെ രഹസ്യ പ്രബോധന കാലത്ത് ഇവിടെ രൂപപ്പെട്ട ഈ ഒരു ചെറിയ സമൂഹം, അവർ പിന്നീട് ലോകത്തെ മാറ്റിയ ഉമ്മത്തിൻ്റെ നായകന്മാരായി മാറുകയാണ്. അവർക്ക് അധികാരമില്ലായിരുന്നു, അവർക്ക് സമ്പത്തില്ലായിരുന്നു, പക്ഷേ അവർക്കുണ്ടായിരുന്നത് ഉറച്ച വിശ്വാസം മാത്രമാണ്. ആ ഒരു ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങളെ പരിവർത്തിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. അതിലൂടെയാണ് ചരിത്രത്തെ മാറ്റിയെഴുതിയത്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെ രഹസ്യമായിട്ടായിരുന്നല്ലോ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആ വിശ്വാസികളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രഹസ്യമായി ഒരുമിച്ച് കൂട്ടി, അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഏകദൈവ ആരാധനയുടെ സന്ദേശം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അന്ന് കൽപ്പിക്കപ്പെട്ട മതപരമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിച്ചു കൊടുത്തു. അവിടെ വിശ്വാസം ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഓരോന്നും പ്രവാചകൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്, അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് സൊഫാ മലയുടെ അടിവാരത്ത് അർക്കം ഇബ്നു അബിൽ അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. അവർ കൂടിച്ചേർന്നിരുന്നത് അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നത് കൊണ്ട് തന്നെ ചരിത്രത്തിൽ ആ വീട് ദാറുൽ അർക്കം എന്ന പേരിൽ അറിയപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പ്രബോധന രംഗത്ത് പ്രവേശിക്കുമ്പോൾ 18 വയസ്സ് പോലും തികയാത്ത ആവേശം തുളമ്പുന്ന ഒരു യുവാവായിരുന്നു അർക്കം ഇബ്നു അബിൽ അർക്കം റളിയല്ലാഹു അൻഹു. അർക്കം റളിയല്ലാഹു അൻഹുവും കുടുംബവും പിന്നീട് മദീനയിൽ താമസിച്ചിരുന്ന സന്ദർഭങ്ങളിലും മക്കയിലെ ദാറുൽ അർക്കം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു വീട് അതവർ കൈയൊഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരമക്കൾ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അന്നത്തെ അബ്ബാസിയ ഖലീഫയായിരുന്ന അബൂ ജഅഫറുൽ മൻസൂറിന് ആ വീട് വിൽക്കുന്നത് വരെ അവരുടെ കുടുംബം തന്നെയായിരുന്നു അതിൻ്റെ മേൽനോട്ടക്കാരായ ആളുകളെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിനോട് ശത്രുത കാണിച്ചിരുന്ന ഖുറൈശികളിൽ നിന്ന് ഒളിഞ്ഞും മറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാരംഭ പ്രബോധനം തുടങ്ങിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ
അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീടായിരുന്നു മുസ്ലിങ്ങളുടെ അഭയകേന്ദ്രം. എന്തുകൊണ്ട് അന്ന് അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് മുസ്ലിങ്ങൾ തിരഞ്ഞെടുത്തു? അത് യാദൃച്ഛികമായൊരു തീരുമാനമല്ല. അതിൻ്റെ പിന്നിൽ ഗൗരവമുള്ള തന്ത്രപരമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാമത്തേത്, അർക്കം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് രഹസ്യമായിട്ടാണ്. അദ്ദേഹം മുസ്ലിമായ വിവരം പൊതുവെ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് യാതൊരു സംശയത്തിനിടയില്ലാത്ത രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് രഹസ്യമായി സമ്മേളിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമായി അവർ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, അർക്കം റളിയല്ലാഹു അൻഹു ബനു മക്സൂം ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ബനു മക്സൂം ഗോത്രം അന്ന് ബനു ഹാഷിം ഗോത്രത്തിൻ്റെ ശത്രുവിഭാഗമായി കണക്കാക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ബനു ഹാഷിം ഗോത്രത്തിൽ ഉൾപ്പെട്ട പല മുസ്ലിങ്ങളും ബനു മക്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പോയി സമ്മേളിക്കുക എന്ന് പറയുന്ന കാര്യം അന്നത്തെ സാഹചര്യത്തിൽ അതിന് അങ്ങനെ ഒരു സംശയത്തിന് പഴുതുണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം, അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായമാണ്. അദ്ദേഹം അന്ന് ഏകദേശം 16 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. സാധാരണയായി ആളുകളുടെ ശ്രദ്ധ അന്ന് വലിയ വലിയ അറിയപ്പെടുന്ന നേതാക്കളിലേക്കായിരിക്കും. ഒരു യുവാവിൻ്റെ വീട്ടിൽ ഇത്തരമൊരു ആദർശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുതിർന്ന ആളുകൾ ഒത്തുചേരുമെന്നത് സാധ്യതയില്ലാത്ത ഒരു അംശമായി എതിരാളികൾ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ പറയപ്പെട്ട വീട് അത് സഫാ മലയുടെ സമീപത്തായിരുന്നു. പുറത്തു നിന്ന് അത്ര എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണ് ആ വീട് നിലകൊണ്ടിരുന്നത് എന്നർത്ഥം. അങ്ങനെ ഈ ചെറിയ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ ആദ്യമായി പഠിപ്പിക്കപ്പെട്ടു. വിശ്വാസികൾക്ക് ആദ്യമായി പ്രവാചകനിൽ നിന്ന് നേരിട്ട് ആത്മീയ പരിശീലനം ലഭിച്ചു. സഹനവും ക്ഷമയും പ്രവാചകൻ അവരെ കൃത്യമായി പഠിപ്പിച്ചു. ഭാവിയിലെ നേതാക്കൾ അങ്ങനെ വളർന്നു വന്നു. അവിടെ ഇരുന്നവരിൽ പലരും വലിയ വലിയ നേതാക്കന്മാരായി, നായകന്മാരായി, ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായ വ്യക്തികളായി മാറിയതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ഒരു പാഠം, ലോക ചരിത്രം മാറ്റിയ ഇസ്ലാമിക ദർശനത്തിൻ്റെ ഉത്ഭവം അതൊരു കൊട്ടാരത്തിൽ നിന്നല്ല പ്രാരംഭം കുറിച്ചത് എന്നുള്ളതാണ്. മറിച്ച് ഒരു ചെറിയ വീട്ടിൽ നിന്ന് രഹസ്യവും സഹനവും തന്ത്രപരവും അതുപോലെ തന്നെ ചിന്തയുമൊക്കെ കൂടിക്കലർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓരോന്നും ശിരസ വഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ അവർ സ്വയം സന്നദ്ധരായി മുന്നോട്ട് കടന്നു വന്നത്. സഹോദരങ്ങളെ, ഇത്രയും ചരിത്രവിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇനി തുടർന്നുള്ള ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായി വീണ്ടും കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.